ശ്രീ സി പി ജോൺ, ഈ കേരളത്തിൽ BJP ഒരു നിർണായക ശക്തിയാകുന്നു എന്ന് പറഞ്ഞാൽ അത് നിഷേധിക്കാൻ പറ്റുമോ? നിർണായക ശക്തിയാണ് അവർ. പക്ഷേ നമുക്ക് കണക്കുകൾ വെച്ച് പരിശോധിക്കണമല്ലോ. 80കളിലാണല്ലോ BJP രൂപീകരിക്കപ്പെടുന്നത്. അപ്പം ആ കാലത്തൊക്കെ വളരെ സജീവ രാഷ്ട്രീയത്തിലുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അന്നൊരു 10,000 വോട്ട് കിട്ടുക എന്നുള്ളൊരു BJP സ്ഥാനാർത്ഥിയുടെ സ്വപ്നമായി. 3000, 5000, 6000 ഒക്കെയാണ് ആവറേജ് കിട്ടുക. എങ്കിലും ചില സ്ഥലത്തൊക്കെ 10. തിരുവനന്തപുരത്ത് ഹിന്ദു മുന്നണി എന്നുള്ള പേര് വെച്ചിട്ടാണ് 87. അതിൽ EMSന്റെ ഒരു സഹായം ഉണ്ടായിരുന്നു. EMS ആണ് അതിന്റെ ഒരു അടിത്തറ ഭാഗിയത്. വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട് ടു EMS, എനിക്ക് അങ്ങേറ്റത്തെ റെസ്പെക്ട് നിലനിർത്തിക്കൊണ്ട് നമുക്കറിയാം പല ലേഖനങ്ങളിലൂടെ തീർച്ചയായിട്ടും ഞാൻ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഒരു ദിവസം പോലും അദ്ദേഹത്തെ ഓർക്കാത്തതില്ല. പക്ഷേ അന്ന് 84-ലെ തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായ ഹിന്ദു മുന്നണി രൂപീകരണം, അതിന് പിന്നെ ശക്തിപ്പെടുത്തി കൊടുത്തതാണല്ലോ ഈ ശരീഅത്ത് വിവാദം മൂപ്പര് ഉണ്ടാക്കിയത്. അതിനുശേഷം തിരുവനന്തപുരം അവരുടെ ഒരു കേന്ദ്രമായിട്ട് മാറി, പടിപടിയായിട്ട് 5 ഡിജിറ്റിലേക്ക് കയറി. ഇന്നിപ്പോൾ BJPയുടെ ഒരുപാട് മണ്ഡലങ്ങളിൽ അവർക്ക് പിന്നീട് 25% വോട്ട് കിട്ടാൻ തുടങ്ങി. നമ്മുടെ കണക്ക് പോലെ 20,000, 25,000. അപൂർവ സ്ഥലങ്ങളിൽ 30, 35, 40 അതിന് മുകളിലേക്ക് പോയി. അപ്പം 35 കിട്ടുന്ന വോട്ടുകൾ തന്നെ, സീറ്റുകൾ തന്നെ താരതമ്യേന കുറച്ചുണ്ട്. അപ്പം ഇത് ഒരു ഗ്രാഫായിട്ട് വരച്ചാൽ നല്ലൊരു ഉയർച്ചയാണല്ലോ. പക്ഷേ അതവിടെ നിൽക്കുക, സ്റ്റാഗ്നൻ്റായി. നമ്മൾ വയനാട് ചുരം കയറി അങ്ങോട്ട് ചെന്നാൽ പിന്നെ കയറ്റമില്ല. അതിനെ പ്ലാറ്റ്യൂ എന്നാ പറയുക, ഒരു പീഠഭൂമിയാണ്. അപ്പൊ കേരളത്തിലെ BJP ഒരു രാഷ്ട്രീയ പീഠഭൂമിയിലെത്തി. ഇനി കയറാൻ നോക്കിയിട്ട് കയറുന്നില്ല. ഞാൻ കണക്ക് മാത്രമേ പറഞ്ഞേട്ടോ, ഞാൻ ഇതിലൊന്നും സർവജ്ഞപീഠം കയറിയിട്ടില്ല. കയറിയെന്നാണ് ചിലരുടെ വിചാരം, പക്ഷെ കയറിയിട്ടില്ല. ഞാൻ തമാശയാക്കല്ല, ഒരു സീരിയസ് പൊളിറ്റിക്കൽ പാർട്ടിയാണല്ലോ അവര്. നമുക്ക് എതിർപ്പാണ്. അപ്പൊ അവരവിടെ നിൽക്കുകയാണ്. ഒന്ന്, അവരതിനു വേണ്ടി ഉപയോഗിച്ച മാർഗം SNDPയുടെ പിന്തുണയുള്ള BDJSനെ എടുത്തതാണ്. ഞാനിതിനെക്കുറിച്ച് വളരെയധികം കോഷ്യസ് ആയിരുന്നു, എപ്പോഴും പറയാറുണ്ട്. അത് പുറകോട്ട് പോവുക. BDJS പബ്ലിക്കായി പറഞ്ഞ കാര്യം മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. 311 സീറ്റ് മത്സരിച്ച് 4 സീറ്റ് ജയിച്ചു. വെള്ളാപ്പള്ളി തന്നെ അതിനെ ശക്തമായിട്ട് എതിർത്തു. നടന്നിട്ട് കാര്യമില്ല. അപ്പൊ എങ്ങനെയാണോ BJP ഈ പീഠഭൂമിയിലേക്ക് എത്തുന്ന വളർച്ചയിലേക്ക് കയറിപ്പോയത്, ആ വളർച്ച സ്റ്റാഗ്നൻ്റായി എന്ന് മാത്രമല്ല, അതിനുപയോഗിച്ച ആളുകൾ അല്ലെങ്കിൽ പ്രധാന കക്ഷി അസംതൃപ്തി ഇടവക്കിലെത്തി. അവർക്കിങ്ങനെ നിൽക്കാന്നല്ലാതെ ജയിക്കാനൊന്നും പറ്റണില്ല. അവർക്ക് വോട്ടും കിട്ടുന്നില്ല. BDJSന് CMPയുടെ വോട്ട് പോലും കിട്ടുന്നില്ല. നിപ്പ് ദേശീയ കക്ഷിയുടെ കൂടെയാണ് അല്ലേ? അവർ ഒരു പഞ്ചായത്തിൽ പോലും ഒരു നിർണായക ശക്തിയല്ല BDJS. അപ്പൊ ഘടകകക്ഷികൾ പിന്നെ ആരെയും പോയി നിൽക്കുമോ? അതെ. അപ്പൊ ഇത് അവർ നേരിടുന്ന പുതിയ പ്രശ്നമാണ്. അപ്പൊ അവർ 19% വരെ വന്നു. അമിത്ഷാ ഭയങ്കര ഒരു ടാസ്ക് മാസ്റ്റർ ആണല്ലോ. 25 കൊണ്ടെന്നോളണം. അപ്പൊ നമ്മൾ ഈ കമ്പനികളിലൊക്കെ ആൾക്കാരോട് പറയില്ലേ, ഒരു ടാർഗറ്റ് 10 മോട്ടോർ സൈക്കിളാണ് നാം വിറ്റുകൊണ്ടിരിക്കുന്നത്. അടുത്ത മാസം 15 വിറ്റില്ലെങ്കിൽ തന്നെ പിരിച്ചുവിടും എന്നുള്ള മോട്ടിലാണ് മൂപ്പര്. ആ ഗുജറാത്തി ടാർഗറ്റ് എന്താ പറയുക, അച്ചീവറാണ്. പുറകോട്ടല്ലേ പോയത്? 14.75 ആയില്ലേ? ഈ തിരുവനന്തപുരത്തിന്റെ വിജയം എന്ന അതൊന്ന് മാറ്റി നിർത്തിയാൽ എല്ലായിടത്തും പുറകോട്ടല്ലേ? അല്ലേ? അതെ, അതല്ലേ യാഥാർത്ഥ്യം. അപ്പൊ അതുകൊണ്ട് BJP ഒരു പീഠഭൂമിയിൽ കയറി നിൽപ്പാണ്. പിന്നെ മുന്നോട്ടല്ല, സ്ലൈഡ് ചെയ്യാൻ തുടങ്ങി. ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ
ദീർഘകാല രാഷ്ട്രീയം കൈകാര്യം ചെയ്തുകൊണ്ട് ഞാൻ പറയാം. ഈ തിരുവനന്തപുരത്തെ പൊളിറ്റിക്സിൽ തന്നെ ഉള്ള സ്പേസ് PSPയുടെ സ്പേസാണ്. പട്ടന്നാളുള്ള സാറ് സൃഷ്ടിച്ചെടുത്തൊരു സ്പേസാണ് സോഷ്യലിസ്റ്റുകളുടെ സ്പേസ്. ഈ സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് 14% വോട്ടുണ്ടായിരുന്നു. അവർ കമ്മ്യൂണിസ്റ്റും അല്ല കോൺഗ്രസും അല്ല. ഈ സോഷ്യലിസ്റ്റ് പാർട്ടി ശക്തമായ സ്ഥലങ്ങളിലാണ് BJP വോട്ടുള്ളത്. കാസർഗോഡ്, തിരുവനന്തപുരം, പാലക്കാട് പോലുള്ള സ്ഥലങ്ങളിൽ അത് അതേപോലെ തന്നെയാന്ന് പറയല്ല. സോഷ്യലിസ്റ്റ് ബേസ് ഉണ്ടായിരുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ നോൺ കമ്മ്യൂണിസ്റ്റ് നോൺ കോൺഗ്രസ് വോട്ടിൻ്റെ ഒരു സ്പേസിലേക്ക് ഇവർ കയറി. പക്ഷെ അവര് സോഷ്യലിസ്റ്റ് പാർട്ടി വലിയ പാർട്ടിയായിരുന്നല്ലോ. സോഷ്യലിസ്റ്റ് പാർട്ടി മുഖ്യമന്ത്രിയല്ലേ. 1960 വിമോചന സമരം കഴിഞ്ഞിട്ട് ആരാ മുഖ്യമന്ത്രി? പട്ടന്നാളുള്ള സാറാണ് മുഖ്യമന്ത്രി. അദ്ദേഹത്തെക്കാളും വലിയൊരു നേതാവ് കേരളത്തിലുണ്ടായിട്ടുണ്ടോ? തിരുവിതാംകൂറിന്റെ പ്രധാനമന്ത്രിയായി, തിരുക്കൊച്ചിയുടെ മുഖ്യമന്ത്രിയായി, കേരളത്തിൻ്റെയും മുഖ്യമന്ത്രിയായി. പക്ഷെ ആദ്യത്തെ പ്രാവശ്യം ആയില്ല, EMS ആയി. ഈ മൂന്നും ആവുക എന്നുള്ളത് ഇനി ആർക്കെങ്കിലും പറ്റുമോ? പറ്റില്ലല്ലോ. അപ്പൊ അദ്ദേഹത്തെ പോലുള്ള ആളുകൾ നയിച്ച ഡോക്ടർ KB മേനോൻ. ഡോക്ടർ KB മേനോൻ എന്ന് പറഞ്ഞാല് ഹാർഡ്വാർഡിലെ പ്രൊഫസറായിരുന്നു. നെഹ്റു വന്ന് അദ്ദേഹത്തിൻ്റെ എതിരായിട്ടൊന്ന് പ്രസംഗിക്കുന്നത് കേട്ടപ്പോൾ അയ്യോ ഞാൻ KB മേനോനെതിരായിട്ടൊന്നും പറയില്ല എന്ന് പറഞ്ഞു എന്നാണ് മലബാറിലൊരു കഥ. ജസ്റ്റിസ് MB മേനോൻ, ഞാൻ പേരെടുത്ത് പറയില്ല, അതിൻ്റെ ഭാഗമാണല്ലോ വീരേന്ദ്രകുമാറും ആ സ്ട്രീം. അപ്പം അങ്ങനെയുള്ളൊരു സ്ട്രീം ഉണ്ടായിരുന്നു. പക്ഷെ അവർ മുന്നണിയുടെ കൂടെ ആയിരുന്നു. പക്ഷെ BJPക്ക് ഒരു മുന്നണിയിലും ചേരാൻ പറ്റില്ലല്ലോ. സ്വന്തമായിട്ടൊരു മുന്നണി ഉണ്ടാക്കാനും പറ്റുന്നില്ല. ഇതാണ് അവർ നേരിടുന്ന പ്രതിസന്ധി. അപ്പൊ അവർക്ക് ചെയ്യാവുന്നൊരു കാര്യം പാർട്ടി സ്പോയിലിംഗ്, മറ്റു മുന്നണികളെ ഡിസ്റ്റർബ് ചെയ്യാം എന്നതിൽ കവിഞ്ഞ ഒരു റോള് ഇപ്പൊ BJPക്ക് ഉണ്ടോ? UDFന് എന്തെങ്കിലും ദോഷമായിട്ട് വരുമോ BJPയുടെ ഒരു വളർച്ച? UDFന് എന്തെങ്കിലും എനിക്കൊരു ദോഷമായിട്ട് വന്നില്ലേ? ബാക്കിയുള്ളവരെ പറയുന്നതിനാ. കുന്നംകുളം മണ്ഡലത്തിൽ 6000 വോട്ടാണ് BJPക്ക് 96-ലെ. ഞാൻ പോയി നിന്ന സമയത്ത് 11,000 വോട്ടാണ് കിട്ടിയത്. ഞാൻ 480-നാണ് വോട്ട് തോറ്റത്. ദോഷമല്ലേ? ഞാൻ ഒന്നുകൂടെ വന്നു, BJPയിലോട്ട് 30,000 ആയി, ഞാൻ 7,000 വോട്ടിന് തോറ്റു. ഈ വേറെ എക്സാമ്പിൾ വേണോ? അപ്പൊ ഇനി നിൽക്കാൻ പോകുന്ന മത്സരത്തിലും വളരെ നന്നായിട്ട് വളരെയധികം ശ്രദ്ധിക്കണം. അപ്പൊ അതാ പറഞ്ഞു. പക്ഷെ അവർക്കെന്ത് കാര്യം? ഞാനിപ്പോ ഇതൊരു വളരെ ഓപ്പൺ ഒരു ചർച്ചയാണല്ലോ. BJP വോട്ട് ചെയ്ത വോട്ടർക്ക് എന്താണ് കാര്യം? ഒരു സന്തോഷം എന്നല്ലാതെ ഒരു ആത്മസുഖം. ആ ആത്മസുഖത്തിലും ചെറിയ ഓട്ട വീണു. കാരണം പുറകോട്ട് പോകുന്നു. ഇങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടേയിരിക്കുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ. നമുക്ക് 2051 തെരഞ്ഞെടുപ്പിൽ നമുക്ക് കേരളം ഭരിക്കാം എന്നൊക്കെ ചിന്തിക്കാമല്ലോ. പക്ഷേ BJP സ്റ്റാഗ്നന്റ് ആണ്. ഞാൻ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു 1 ലൈൻ എന്നോട് ഹിന്ദു പത്രം ചോദിച്ചു. ഒറ്റ വാചകം. ഞാൻ പറഞ്ഞു ഇത്രയാണ്, എല്ലാവർക്കും മനസ്സിലാവുന്ന 3: UDF അപ്പ്, LDF ഡൗൺ, BJP സ്റ്റാഗ്നന്റ്. അവിടെ തന്നെ തിരുനക്കര തന്നെ. ഇത് ഞാൻ വളരെ ഇതൊന്നും പേഴ്സണൽ അല്ലെങ്കിൽ വളരെ എന്താ പറയുക ഒരു അക്കാഡമിക്കായിട്ട് പറയുകയാണ്. അതുകൊണ്ട് BJP പ്രവർത്തകരോട് അവരുടെ വോട്ടർമാരോട് പറയാനുള്ളത്, നിങ്ങൾ ഈ പാർട്ടി സ്പോയിലർ എന്ന് വെച്ചാൽ ഒരു നല്ലൊരു വിരുന്നൊക്കെ സൽക്കാരത്തെയൊക്കെ ആകെ കൊളാക്കുക റോളിൽ നിന്നും മാറിയിട്ട് ഈ ഗവൺമെൻറ്റിനെ മാറ്റണം. ഈ പിണറായി വിജയൻ ഗവൺമെൻറ്റിനെ മാറ്റുന്നതിന് വേണ്ടി അവർ ഹാർഡ് കോറായ ആൾക്കാർക്ക് അവർക്ക് ചെയ്തല്ലേ പറ്റുള്ളൂ. ഇവരിങ്ങനെ വലുതായിക്കൊണ്ടേയിരിക്കുകയാണ് എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നവർ ഞങ്ങൾക്ക് ചെയ്യണം എന്നതാണ് റിക്വസ്റ്റ്. കാരണം ചെയ്തിട്ട് കാര്യമില്ല. അവർക്ക് കുറേ വോട്ട് കിട്ടും, 10,000 കിട്ടും, 15,000 കിട്ടും. ആ വോട്ടൊക്കെ വേസ്റ്റായില്ലേ? ആ വോട്ട് കൊണ്ട് ആർക്കാ പ്രയോജനം? ചെയ്ത ആൾക്ക് പ്രയോജനമുണ്ടോ? തോറ്റ സ്ഥാനാർത്ഥിയുടെ വോട്ട് ആർക്കെങ്കിലും വേണോ? അത് തൊട്ടടുത്ത സ്ഥാനാർത്ഥിയാകുമ്പോൾ അതിനൊരു കോമ്പറ്റിറ്റർ 3-4 സ്ഥാനാർത്ഥിക്ക് പോയിട്ട് വല്ല കാര്യമുണ്ടോ? ഇതാണ് എനിക്ക് അതിനെക്കുറിച്ചുള്ള ടേക്ക്.
താങ്കൾക്ക് അഭിപ്രായം ഇനി ചോദ്യം ഉണ്ടെങ്കിൽ ഞാൻ മറുപടി പറയാം. ഈ ചോദ്യങ്ങൾ ധാരാളമുണ്ട്. കാരണം ഇതിനെ പിടിച്ചു തന്ന പല കാര്യത്തിലേക്ക് പോകാവുന്നതാണ്. അത് ചോദിച്ചോളൂ, ഞാൻ റെഡിയാ. അപ്പൊ വോട്ട് പാഴാക്കരുത് എന്നാണ് അർത്ഥമല്ലേ? എന്നാണ് അർത്ഥം. ഗവൺമെന്റിനെതിരായിട്ടുള്ള വോട്ടുകൾ പാഴാക്കരുത്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പാർട്ടിക്ക് അടുത്ത കാലത്തൊന്നും ഉണ്ടാവാൻ പോണില്ല. അതുകൊണ്ട് അവര് ഈ ഗവൺമെന്റിനെ എതിർക്കുന്നവരാണെങ്കിൽ, ഞാൻ അനുകൂലിക്കുന്നവരാണെങ്കിൽ LDFന് ചെയ്യാലോ. എതിർക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഈ പാഴ് എതിർപ്പ് കൊണ്ട് കാര്യമില്ല. ഇനിയിപ്പോൾ BJP ജയിക്കുന്ന ഒരു വാർഡിൽ അവർ വോട്ട് ചെയ്യുന്നതിന് പ്രസക്തിയുണ്ട് അല്ലേ? ഇപ്പം ഞങ്ങളുടെ സ്ഥാനാർത്ഥി മരിച്ചുപോയി, സിനി, അറിയാലോ, ചെറുവയ്ക്കൽ. 26 വോട്ടിനാണ് തോറ്റത്. അന്ന് രാത്രി ആ കുട്ടി മരിച്ചത്. കാരണം അവരുടെ രോഗാവസ്ഥ മൂർച്ഛിച്ച്. BJP കൊണ്ടാണ് തോറ്റത്. അപ്പോൾ 26 വോട്ടിനാണ് ആ സ്ഥാനാർത്ഥി, ഒരു ബോക്സിംഗ് ഒക്കെ വിദഗ്ധയായിട്ടുള്ള ഒരു കുട്ടിയാണ് ജയിച്ചത്. ദാറ്റ് മേക്ക് സം സെൻസ് അല്ലേ? ജയിക്കുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്ത് തോൽക്കുന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തിട്ട് എന്ത് കാര്യം? അതാണ് എൻ്റെ അഭ്യർത്ഥന. ഞാൻ ഇലക്ഷൻ്റെ ഭാഷയിൽ പറഞ്ഞ, ബാക്കി രാഷ്ട്രീയ നയങ്ങൾ അതൊക്കെ വേറൊരു സബ്ജക്റ്റാണ്. കേരള രാഷ്ട്രീയത്തിൽ BJPയുടെ കോർ ആയിട്ടുള്ള ആൾക്കാരെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. BJPയിലേക്ക് കണ്ണുനട്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് ഈ ഗവൺമെന്റിനെ എതിർക്കുന്നവരാണെങ്കിൽ അവര് അതിനെ എതിർക്കണം. അതിനു വേണ്ടിയിട്ട് ജയിക്കുന്ന ആൾ വോട്ട് ചെയ്യണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.